അതെ, തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കാശിയുടെ കണ്ണുകൾ ധ്രുവിയിലായിരുന്നു. അവളുടെ ആ വിടർന്ന കണ്ണുകൾ, അവളുടെ നീലക്കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു. അവളിൽ ആകാംക്ഷ നിറഞ്ഞു. അവൻ്റെ വാക്കിനായി അവൾ കാതോർത്തു. കാശി പറഞ്ഞോ? എന്താ? അവൾ ചോദിച്ചു. വേറെ ഒന്നുമില്ല. വയസ്സിന് മൂത്ത ഒരാളെ കാശി എന്ന് പേരെടുത്ത് വിളിക്കരുത്. പിന്നെ ഇനി മേലിൽ മുട്ടിന് താഴെ ഇറക്കമുള്ള ഡ്രസ്സ് ഇടണം. ഓക്കെ. ഞാൻ ഇത്തിരി പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞതും അവൾ എന്നെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അത് കണ്ടതും ഞാൻ തിരിഞ്ഞു നടന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, അവൾ വിളിച്ചതും ഞാൻ സംശയത്തോടെ നോക്കി. ഓക്കെ കാശി, സോറി കാശിയേട്ടാ എന്ന് വിളിക്കാം. ബട്ട് ഏത് ഡ്രസ്സ് എങ്ങനെ ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഓക്കെ, അവൾ എൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞു കഴിഞ്ഞതും എനിക്ക് കാലിൻ്റെ അടി മുതൽ തല വരെ ദേഷ്യം വന്നു. ഡി പുല്ലേ, ഇത് എൻ്റെ വീടാ. ഇനി നീ മുട്ടിനു മുകളിലുള്ള ഡ്രസ്സ് ഇട്ട് താഴെ വന്ന നിൻ്റെ മുട്ടുംകാൽ ഞാൻ തല്ലിയൊടിക്കും. ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ എന്നെ ദഹിപ്പിക്കുന്ന പോലെ നോക്കിയിട്ട് എന്നാൽ ഞാൻ കാര്യമാക്കാതെ അവിടുന്ന് റൂമിലേക്ക് നടന്നു. ഓ കോപ്പ്, ദേഷ്യം പിടിക്കാൻ വേണ്ടി അവളുടെ ഒരു ഞാൻ എന്തോ പിറുപിറുത്ത് നടക്കുമ്പോഴാണ് നിരവ് അങ്ങോട്ട് വന്നത്. ഡാ കാശി, നീ എവിടെയായിരുന്നു? കോപ്പ്. കാശി, നിനക്കെന്ത് പറ്റി? നല്ല ചൂടിലാണല്ലോ. വൈ മേൻ, എന്താവത് വെപ്രാളം? സോലുകെ തമ്പി. ഹോ, നീ ഒന്നും മിണ്ടാതെ ഇരുന്നേ. ആകെ കൂടെ പുകഞ്ഞിരിക്കുക. എന്താടാ? ആ ധ്രുവി അവൾ ആരാണ്? മാങ്ങാത്തോലി പോലെയുള്ള അവളുടെ പരട്ട മുഖം, പിന്നെ മേക്കപ്പ് മുങ്ങിയ ശവം, അത് പോരാണ്ട് അവളുടെ ആ ഡ്രസ്സ്, ഗോപുരം പോലെയുള്ള മുടി. ഹോ, എനിക്കവളെ കാണുമ്പോൾ എരിഞ്ഞു കയറുക. നീ അവളോട് പറഞ്ഞില്ലേ ഡ്രസ്സിൻ്റെ കാര്യം? അത് പറയാനല്ലേ പോയേ? പറയാൻ പോയപ്പോൾ അവളുടെ ഒരു കാശിവിളി. പിന്നെ അവൾ എൻ്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കാൻ വന്നേക്കുന്നു. അതുകൂടെ കണ്ടപ്പോൾ മുഖമടച്ചു കൊടുക്കാനാ തോന്നിയേ. പിന്നെ അച്ഛൻ പറഞ്ഞ കാരണം മാത്രം. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി മേലിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാ മുട്ടുംകാൽ ഒടിക്കുമെന്ന്. അപ്പോൾ അത് പൊളിച്ച്. അല്ലടാ, നീ ശരിക്കും മുട്ടുംകാൽ ഒടിക്കുവോ? ഡാ പട്ടി, നിനക്കറിയാലോ കാശി വെറും വാക്ക് പറയില്ല എന്ന്. അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യം വരിക. അതൊക്കെ വിടടാ. ശിവ എവിടെ? ഇന്ന് കണ്ടില്ലല്ലോ. റൂമിലുണ്ട് എന്ന് തോന്നുന്നു. ആമി അബിയും എവിടേക്കോ പോയി. ഇവൾക്ക് പോക്കു കൂടിയിരുന്നോ? അല്ലേലും ഇവൾ മനുഷ്യവർഗത്തിൽ പെടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഉറപ്പിച്ചു എൻ്റെ പെണ്ണ് ശിവയാ. ഒരു പാവം അവളെ എനിക്ക് സെറ്റാവുക, അത് ഉറപ്പാ. ശിവ, നീയും അടിപൊളിയല്ലേ? നിരവ് പറഞ്ഞത് കേട്ടതും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൻ ആരാ എന്നെ നിയന്ത്രിക്കാൻ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. പിന്നെ മുട്ടുംകാൽ തല്ലി ഒടിക്കാൻ വരട്ടെ. ധ്രുവി ആരാ എന്ന് അവന് ശരിക്കും അറിയില്ല. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൻ ആരാ? ഞാൻ കാശി പറഞ്ഞ കാര്യം ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ശിവ അങ്ങോട്ട് വന്നത്. അല്ല, എന്ത് പറ്റി ധ്രുവി? ഏയ് അല്ല. അഭി വന്നോ? ആ ദിയ ഇപ്പോൾ വന്നു. അല്ല, നീ എന്താ പിറുപിറുക്കുന്നുണ്ടായേ? ഏയ് ഒന്നുമില്ലടി, ഞാൻ എന്തോ ആലോചിച്ചു. അല്ല, എന്നിട്ട് അഭി എവിടെ? അവൾ കാശിയേട്ടൻ്റെ അടുത്ത്. കാശി എന്നു കേട്ടതും എനിക്ക് ദേഷ്യം വന്നു. അതും പറഞ്ഞ് ശിവ പോയി. ഞാൻ ഇത് തന്നെ ഇടും. അവൻ എന്താ ചെയ്യുന്നതെന്നും കാണണം. ധ്രുവി ദേഷ്യത്തോടെ നോക്കി. കാശി, ഞാൻ സ്റ്റെപ്പ് കയറുമ്പോഴായിരുന്നു താഴേക്ക് ഇറങ്ങി വരുന്ന ശിവയെ കണ്ടത്. ഓ, താൻ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ. ഞാൻ ഒരു ചിരിയോടെ പറഞ്ഞു. കാശിയേട്ട രാവിലെ ഞങ്ങൾ പടം ഒക്കെ കാണാൻ പോയിരുന്നു. അല്ല, കാശിയേട്ടൻ ടൗണിൽ പോയിട്ട് എപ്പോഴാ വന്നേ? എന്തെങ്കിലും കഴിച്ചോ? കുറച്ച് നേരമായി. ആ ശിവ കഴിച്ചു. നീയോ? കഴിക്കണം. അഭി എവിടെയാ? താഴെ നീരവിനോട് അടി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഓ, അതും പറഞ്ഞ് അവൾ താഴേക്ക് പോയി. ഞാൻ റൂമിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് ധ്രുവിയെ കണ്ടത്. അവളെ കണ്ടതും എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ വാക്കിന് ഒരു വിലയും തരാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെ തറപ്പിച്ച് നോക്കി. അവൾ എന്നെ ഒരു പുച്ഛത്തോടെ നോക്കി. ധ്രുവി, എന്താ കാശി? അല്ല കാശിയേട്ടാ,
അവൾ ഒരു കളിയാക്കലോടെ വിളിച്ചു. നിന്നോട് എന്താ പറഞ്ഞേ? ഞാൻ അവളുടെ കാല് നോക്കി ചോദിച്ചു. അവൾ എന്തോ പറയാൻ വന്നതും ജാൻ അങ്ങോട്ട് വന്നു. എന്താ കാശി ഇവിടെ? ആഹാ ജാൻ, ഒന്നുമില്ല. ധ്രുവിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ അത് ഒന്ന് ഓർമ്മിപ്പിച്ചതാ. അല്ല ധ്രുവി, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ ആൻറ്റി, എന്നാ ഞാൻ താഴെ ഉണ്ടാവും. അവൾ എന്നെ പുച്ഛത്തോടെ നോക്കി താഴേക്ക് പോയി. അല്ലടാ, നീ എന്ത് കാര്യമാ പറഞ്ഞേ? അത് അവളുടെ ഡ്രസ്സിൻ്റെ കാര്യം. അവൾ ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞു. ഓ അതാണോ? നീ എന്തിനാ വെറുതെ? ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് ഇട്ടോട്ടെ. നീ ഒന്നും പറയണ്ട കേട്ടോ. ജാൻ തന്നെ ഇങ്ങനെ പറയണോ? ആ ജാൻ തന്നെ. മറ്റന്നാൾ ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും അനിയനും വരും. ആര്? നീലിമ ആൻറ്റിയോ? അത് തന്നെ. ഞങ്ങൾ കുറച്ചു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കല്യാണം എന്തായാലും ഇവിടെ വെച്ചായിരിക്കും. ജാൻ പറഞ്ഞതും ഞാൻ മൂളി കൊടുത്തു. ആഹാ, എന്തായാലും അവർ വരട്ടെ. പിന്നെ ഉണ്ടല്ലോ, അവരും വരട്ടെ. ആഹാ, അല്ല ജാൻ, അച്ഛൻ എവിടെ? ആ, നിന്റെ അച്ഛൻ എപ്പോഴും ധ്രുവിൻ്റെയും അബിൻ്റെയും കൂടെയല്ലേ? അങ്ങേരുടെ സന്തോഷം കാണുമ്പോൾ ഉള്ളു നിറയെ. അച്ഛന് ധ്രുവിയെ ഒത്തിരി ഇഷ്ടാ. എനിക്കും അതെ. വന്നപ്പോൾ ഇത്തിരി ജാട ഇട്ടെങ്കിലും ഇപ്പോൾ ആള് പാവാ, നല്ല മോളാ. നിനക്ക് ഇഷ്ടായോ? ഞാൻ ചോദിച്ചതും എൻ്റെ ഉള്ളിൽ എന്തോ ചൂട് കയറിയ പോലെ തോന്നി. കുഴപ്പമില്ല, ഭയങ്കര പാവാല്ലേ അവൾ. ഞാൻ ജാനിനെ ഒന്ന് ആക്കിയിട്ട് റൂമിലേക്ക് കയറി. അപ്പോൾ തന്നെ ജാൻ അവിടുന്ന് പോയി. ജാൻ പോയതും നിരവ് വന്നു. കാശി, ജാൻ പറഞ്ഞത് ഞാൻ കേട്ടു. ഇനി അവർ നിനക്ക് ധ്രുവിയെ ആണോ? അപ്പോൾ ശിവ? ഓൻ പോ നിരവേ. അവളെ എനിക്ക് വേണ്ട. എനിക്ക് അതിനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. വേറെ ആരെ പറഞ്ഞാലും ഞാൻ കെട്ടാം. എന്നാൽ അവളെ ഞാൻ കെട്ടില്ല, ഞാൻ വാശിയോടെ പറഞ്ഞു. എന്നാലും അച്ചായി. അച്ഛൻ എൻ്റെ ഇഷ്ടവും പ്രധാനം ആവും അല്ലേ? ശിവ, എനിക്ക് കാശിയേട്ടനെ ഒത്തിരി ഇഷ്ടമായി. എനിക്ക് തന്നേക്കണേ കൃഷ്ണ. പപ്പ മമ്മി വന്നാൽ ഞാൻ പറയും എനിക്ക് കാശിയേട്ടനെ ഇഷ്ടമാണെന്ന്. ശിവച്ചേച്ചി, എന്താ ഇത്ര ആലോചന? ഒന്നുമില്ല ആമി. ഒന്നുമില്ലേ? ആമി സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ഒന്നുമില്ലടി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഉറങ്ങിയേ പെണ്ണെ. അതും പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പോഴും ശിവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ഐ ലവ് യു കാശിയേട്ടാ. നിലാവിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന പുഴയെ സാക്ഷിയാക്കി അവൻ അവളുടെ കഴുത്തിൽ ഒരു മാല ചാർത്തി. അവൻ്റെ ആ പ്രവൃത്തി അവളുടെ കണ്ണുകളിൽ ഈറൻ അണിയിച്ചു. അവളുടെ മുഖം കൈകളിലാക്കി അവളുടെ ഇരു കണ്ണിലും അവൻ്റെ ആദരങ്ങൾ ചേർത്തു. അവളെ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൾ ഒന്നും പൊളിഞ്ഞു പിടഞ്ഞുപോയി. കണ്ണുകൾ കൂപ്പി അടഞ്ഞു. അവളുടെ ശ്വാസം പോലും വിലങ്ങി. കഴുത്തിൽ നിന്നും വീണ്ടും അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. തിരിഞ്ഞത് കണ്ടെത്തിയതുപോലെ അവൻ്റെ ആദരങ്ങൾ അവളുടെ ആദങ്ങളുമായി ചേർന്നു. അവളുടെ ശ്വാസഗതി മാറിയിരുന്നു. അവൻ്റെയും അവളുടെയും ഹൃദയം ഒരുപോലെ മിടിക്കാൻ തുടങ്ങി. അതിതീവ്രമായ പ്രണയമാണ് പെണ്ണെ എനിക്ക് നിന്നോട്. എൻ്റെ ഓരോ അണുവിലും നിൻ്റെ പേര് കൊത്തിയിരിക്കുന്നു. നിൻ്റെ ഹൃദയം പോലും എൻ്റെ ഉള്ളിൽ ഒരു മായാജാലം തീർക്കുന്നു. നിന്നോട് ഉള്ള എൻ്റെ പ്രണയം ഒരു കടൽ പോലെ നീണ്ടു കിടക്കുകയാണ് പെണ്ണെ. ഓരോ നിമിഷം നീ എന്നിൽ അലിയുന്നു. ഒരിക്കൽ പിരിയാതെ നീ എൻ കൂടെ ഉണ്ടാവില്ലേ? ഡാ കാശി, എണീറ്റേ. ഞാൻ വിളിച്ചതും കാശി ചാടി എണീറ്റു. എന്താ ജാൻ? എണീക്ക് ചെക്ക, സമയം എത്രയാ ആയെന്ന് വെച്ചാ കിടക്കുന്നേ. എണീക്ക്, പല്ല് തേച്ച് ചായ കുടിക്കാൻ വാ. അതും പറഞ്ഞ് ജാൻ പോയി. ശ്യാ, ഈ ജാൻ അവളായിരിക്കും. അവളുടെ മുഖം എന്താ മനസ്സിൽ വരാതെ? ആരാ ആ പെണ്ണ്? എന്നാലും അവൻ്റെ മനസ്സ് അസ്വസ്ഥയായി. ദിവസം കടന്നുപോയി. ധ്രുവിയും അമ്മയും അനിയയും വന്നു. അച്ഛൻ വന്നിട്ടില്ല. നീലിൻ്റെയും നീലമ്മയുടെയും സ്നേഹവും പിണക്കങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർത്തു. വായ തോരാതെ അന്നത്തെ രാത്രി അവർ സംസാരിച്ചു. പഴയ കാര്യങ്ങൾ ഓർത്തു എടുത്ത് അവർ പറഞ്ഞു ചിരിച്ചു. മനസ്സ് നിറഞ്ഞ ചിരി. അന്നത്തെ ദിവസം അങ്ങനെ അവർ അടിച്ചു പൊളിച്ചു.
കാശിക്ക് ധ്രുവിനോടുള്ള ദേഷ്യം കൂടിക്കൂടി വന്നു. ശിവയോട് സ്നേഹവും അവൻ്റെ മനസ്സ് പോലെ തന്നെ ശിവയുടെ മനസ്സിലും അവനോട് സ്നേഹവുമായിരുന്നു. അവരുടെ കുടുംബത്തിലെ വിശേഷങ്ങൾ പ്രസിദ്ധമായ ഉത്സവമാണ്. അതിന് ഡ്രസ്സ് എടുക്കാൻ പോവാൻ നിൽക്കുവാണ് അവർ. കാശിയും നിരവും അവരെ നോക്കി നിൽക്കുന്നുണ്ട്. ആമിയും ശിവയും പെട്ടെന്ന് തന്നെ കാറിൽ കയറി. എന്നാൽ അഭിയും ധ്രുവിയും വന്നിട്ടില്ല. അതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു കാശി. ഓ കോപ്പ്, എവിടെടാ അവര്? അഭി അഭി, നിരവ് ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും അഭി വന്നിരുന്നു. മറ്റേ തമ്പുരാട്ടിക്ക് ഇങ്ങോട്ട് വരാറായില്ലേ ആവോ? നിരവ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ ഞാൻ അവനെ തറപ്പിച്ച് നോക്കി. നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? എവിടെടാ അവൾ? ഹാ ദാ വരുന്നു. നിരവ് പറഞ്ഞതും ഞാൻ അവളെ നോക്കി. ഒരു ക്രോപ്പ് ടോപ്പും ജീൻസും, അതും അവിടെയും ഇവിടെയും കീറിപ്പറഞ്ഞത്. പിന്നെ പറയണ്ടല്ലോ, ലിപ്സ്റ്റിക്കിൽ മുങ്ങിയിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ എന്തോ അവളോട് ദേഷ്യം തോന്നി. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്നും പറയാൻ നിന്നില്ല. വന്നു കുരിസ്. കാശിയേട്ടാ വേഗം വാ, നമുക്ക് പോവാം. ശിവൻ പറഞ്ഞതും വേഗം കയറി. ഞങ്ങൾ സിറ്റിയിൽ തന്നെ ഒരു വലിയ ഷോപ്പിംഗ് മാളിലാണ് പോയത്. ഡ്രസ്സിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ തന്നെ അവർക്കെല്ലാവരും അവിടേക്ക് പോയി. ഞാനും നിരവും അവിടെ ചേറിലിരുന്നു. നീ ആ പിശാചിനെ കണ്ടോ? അവൾ ആരാന്നാ അവളുടെ വിചാരം? മുഖം നിറയെ മേക്കപ്പ്, അത് പോരാണ്ട് അവളുടെ ഡ്രസ്സ്. ഹോ, എനിക്ക് അതൊന്നും പിടിക്കുന്നില്ല. പിന്നെ അവളോടെ പുച്ഛം. ഞാൻ അവളോട് പറഞ്ഞതിന് അവൾക്ക് എന്തേലും വില തന്നോ? ഇതൊക്കെ അവൾ എൻ്റെ ശിവയെ കണ്ടു പഠിക്കട്ടെ. എന്ത് ഭംഗിയാ അവൾക്ക്! ഒരു മേക്കപ്പുമില്ല. ആ ചിരി, അത് മാത്രം മതി. പിന്നെ അവളുടെ ആ ധാവണി, അതൊക്കെ ഉടുത്ത് കാണുമ്പോൾ ശരിക്കും ഒരു ദേവിയെ പോലെ എല്ലാവരും ബഹുമാനിക്കാനും അറിയാം അവൾക്ക്. അല്ലേ ഡാ? ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ ഒരുത്തൻ വായും പൊളിച്ചിരിക്കുന്നുണ്ട്. ആഹാ അന്തസ്! എന്നിട്ട് നീ ആരെ കിട്ടും? നിന്റെ അപ്പനെ? അയ്യേ ഒന്ന് പോടെ. എൻ്റെ അമ്മ പാവം. എൻ്റെ അച്ഛനെ ഒത്തിരി ഇഷ്ടാ എൻ്റെ അമ്മയ്ക്ക്. പോടാ തെണ്ടി, നീ പോടാ. പിന്നെ ഞങ്ങൾ ഒന്നും മിണ്ടില്ല. ഡാ കാശി, എന്താടാ, നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? എൻ്റെ പൊന്നു നിരവേ, നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ ഈ തീറ്റക്കാര്യമല്ലാതെ? ഞാൻ ഒരു ഫോളോയിൽ നിരവിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശിവയും അഭിയും അങ്ങോട്ട് വന്നത്. കാര്യം മനസ്സിലാവാതെ ഞാനും നിരവും അവരെ തന്നെ നോക്കി. എന്താ ശിവ, അഭി എന്തു പറ്റി? ഞാൻ ആദിയോടെ ചോദിച്ചു. കാശിയേട്ടാ അവിടെ, ശിവ പേടിയോടെ പറഞ്ഞതും ഞങ്ങൾ അകത്തേക്ക് കയറി. ഞങ്ങൾ അവിടെ കണ്ടത് ഏതോ ഒരുത്തനോട് ദേഷ്യപ്പെടുന്ന ധ്രുവി. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഡോ തന്നെയൊക്കെ, നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഒന്നുമില്ലടാ ചെറ്റെ. പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത നാറി. ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ തെണ്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുത്തനെ അടിക്കുന്ന ധ്രുവി. അത് കണ്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടി. ഇവൾക്ക് ഇത്രയും നന്നായി മലയാളം അറിയോ എന്ന് ചിന്തിച്ച് ഞാനും നിരവും മുഖത്തേക്ക് തന്നെ നോക്കി. ഇവൾ ഇത് എന്താ കാണിക്കുന്നത്? നോക്കി നിന്നുപോയി. പെട്ടെന്ന് ഒരു സെയിൽസ്മാൻ വന്ന് പ്രശ്നം ഒതുക്കി നിർത്തി. അവൻ അവളോട് സോറി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ അവളെ ഉപദ്രവിക്കാൻ നോക്കിയതാണെന്ന്. എങ്ങനെ ഉപദ്രവിക്കാതിരിക്കും? അവളുടെ കോലം അങ്ങനെയല്ലേ, പിശാച് തന്നെ. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞോ? ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു. കഴിഞ്ഞു കാശിയേട്ടാ, ശിവ വന്നു പറഞ്ഞു. ഞാൻ ബിൽ പേ ചെയ്ത് ഇറങ്ങാൻ നിന്നതും ഞാൻ ധ്രുവിയെ വിളിച്ചു. ധ്രുവി, 2 മിനിറ്റ്. അവൾ എന്നെ എന്താ എന്ന ഭാവത്തിൽ നോക്കിയിട്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇമ്മാതിരി ഡ്രസ്സ് ഇടരുതെന്ന്. അതുമാത്രമല്ല, നീ എന്തിനാ ഇത്രയും സീൻ ഉണ്ടാക്കാൻ പോയേ? ഇനി അവൻ വല്ല പ്രതികാരം ചെയ്യാൻ വന്നാലോ? എൻ്റെ പെങ്ങളൊക്കെ, എൻ്റെ വീട്ടുകാരൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കൊന്നുമില്ലല്ലോ. നിനക്ക് ഇനി തിരിച്ചു പോയാൽ പോരെ? ഇവിടെ അനുഭവിക്കുന്നത് ഞങ്ങളാ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കാൻ നോക്ക്. സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ കേട്ടോ? നീ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഈ ആണും പെണ്ണും കെട്ട കോലം കണ്ട പോരെ അവനെ പോലെയുള്ളവരുടെ. നിന്നോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് കരുതിയതല്ല. എന്നാ പറയിപ്പിക്കാൻ നിന്നായിട്ട് തന്നെ. തമ്പുരാട്ടി പോയി കേറി ചെല്ല്.
അതും പറഞ്ഞ് ഞാൻ അവളെ നോക്കാതെ ഡ്രൈവിംഗ് സീറ്റിൽ പോയിരുന്നു. ധ്രുവി വായോ കേറ്. ശിവയുടെ വിളി കേട്ടാണ് ഞാൻ കാശിയേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് ഉണർന്നത്. ഞാൻ വേഗം തന്നെ പോയി കയറി. കാശിയുടെ വാക്കുകൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വേഗം തന്നെ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു. എന്നാൽ അപ്പോഴാണ് ശിവയും മാമിയും എന്തോ വാങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. കാശി അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം തോന്നി. ഇത്ര ദിവസം പറയാൻ വിചാരിച്ചത് എല്ലാം പറഞ്ഞു. ആവോ, അതും പറഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചു. അപ്പോഴാണ് ശിവ പറഞ്ഞത് അവൾക്ക് എന്തോ വാങ്ങണമെന്ന്. ഞാൻ ആമി പറഞ്ഞ ഷോപ്പിൽ നിർത്തി. നിരവ് ഫോൺ നോക്കി ഇരിക്കുന്നുണ്ട്. ഞാൻ അബിയും ആമിയും ശിവയും ഷോപ്പിൽ പോയി. അവളും നിരവും വന്നില്ല. അത് എന്തായാലും നന്നായി. കാശിയേട്ടനും അബിയും ആമിയും ശിവയും എല്ലാം പോയി എന്ന ആ നിരവ് പോയിട്ടില്ല. അവൻ എന്തോ ഫോണിൽ കുത്തി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ എന്നോട് കാറിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അവൻ്റെ ശബ്ദം ഇത്ര കടുത്ത് ഞാൻ കേട്ടിട്ടില്ല. നിന്നോടാ പറഞ്ഞ് ഇറങ്ങാൻ. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവനാണേ എന്നെ നോക്കി എൻ്റെ നേരെ വരുന്നുണ്ട്. ഞാൻ നിരവിനെ തന്നെ നോക്കി. എന്താ നിരവേ? ഞാൻ ഒരു പതർച്ചയോടെ ചോദിച്ചു. ധ്രുവി ആഹാ പറ ധ്രുവി, നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചാലോ? നിരവ് ചോദിച്ചതും ഞാൻ ശ്വാസം വിട്ടു. ആവോ, ഇതാണോ ഇറങ്ങാൻ പറഞ്ഞേ? ആഹാ, എന്താ കരുതിയേ? പിന്നെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അവൻ പറഞ്ഞത് ആലോചിച്ചാണോ? അത് നീ കാര്യമാക്കണ്ട. നീ വാ, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഏയ് വേണ്ട നിരവ്, നീ കഴിച്ചോ. അതും പറഞ്ഞ് ഞാൻ കയറി കാറിൽ ഇരുന്നു. നിരവ് ആ പ്രവൃത്തി എന്നിൽ ചിരി വരുത്തി. എന്നാൽ കാശി പറഞ്ഞത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമായി. ഞങ്ങൾ ഷോപ്പിൽ പോയി. അവർ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആമിയും ശിവയും വേഗം കാറിൽ കയറി. അപ്പോഴാണ് അബി എന്നെ വിളിച്ചത്. കാശിയേട്ടാ. ആ എന്താ അബി, പറ. ഇനി എന്തെങ്കിലും വേണോ? ഏയ് വേണ്ട. അബി വേണ്ടെന്ന് പറഞ്ഞതും ഞാൻ കാറിൽ കയറാൻ നിന്നു. കാശിയേട്ടാ, എനിക്ക് ഇങ്ങ് വന്നേ. അവൾ എന്നെ അവളുടെ അടുത്തേക്ക് വിളിച്ചു. എന്താ അബി? ഞാൻ സന്തോഷത്തോടെ ചോദിച്ചു. എന്തിനാ ഏട്ടാ ധ്രുവി ചേച്ചിയെ ചീത്ത പറഞ്ഞേ? എന്തിനാ ചൂടായേ? അവൾ ഒരുതരം ദേഷ്യത്തോടെ ചോദിച്ചു. നിനക്കറിയില്ലേ അവളുടെ ഡ്രസ്സ്? അതുകൊണ്ട് അല്ലേ അവൻ അങ്ങനെ പെരുമാറിയ? ഞാൻ പറഞ്ഞതും അബി ചിരിച്ചു. ഞാൻ അവളെ തന്നെ നോക്കി. അങ്ങ് ആണെങ്കിൽ ആദ്യം ആമി ചേച്ചിയെയാണ് ചീത്ത പറയേണ്ടത്. അവൻ ഉപദ്രവിച്ച് ആമി ചേച്ചിയാണ്. എന്ത് ആമിയെയോ? അബി പറഞ്ഞതും ഞാൻ ഞെട്ടി. എന്താ കാശിയേട്ടാ, അപ്പോൾ ആമി ചേച്ചിയുടെ ഡ്രസ്സ് കുഴപ്പമാണോ? അല്ലല്ലോ, ഡ്രസ്സ് ഒന്നും ഒരു വിഷയമല്ല. അവനെ പോലെയുള്ളവൻ്റെ ഞരമ്പ് രോഗികളുടെ കണ്ണിൻ്റെ കുഴപ്പാ. അബി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ എന്തോ പോലെയായി. സോറി അബി, എന്താ ഉണ്ടായേ അവിടെ? അത് കാശിയേട്ടാ, ഞങ്ങൾ ആമി ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കുകയായിരുന്നു. അപ്പയ്യ അവൻ ആമി ചേച്ചിയെ ഉപദ്രവിച്ചത്. അത് കണ്ടപ്പോൾ ധ്രുവി ചേച്ചി അവനെ അടിച്ചത്. അല്ലാതെ ചേച്ചി. എന്നാലും ഏട്ടാ പാവാ. എൻ്റെ ധ്രുവി ചേച്ചി അതിനെ ഇങ്ങനെ ഒന്നും പറയേണ്ടായിരുന്നു. ചേട്ടൻ്റെ പെങ്ങളെ രക്ഷിക്കാനാ നോക്കിയേ. എന്നിട്ടും സോറി ഏട്ടാ, പറയാൻ തോന്നി അതാ പറഞ്ഞേ. അതും പറഞ്ഞ് അബി പോയപ്പോൾ ഞാൻ ആകെ ശ്യാം ഒന്ന് അറിയാതെ അവളോട് ഇങ്ങനെ പറയണ്ടായിരുന്നു. സോറി പറയാം. എന്നാലും എനിക്ക് കുറ്റബോധം തോന്നി. അപ്പയാ ശിവ എന്നെ വിളിച്ചത്. പിന്നെ എന്തോ ആലോചിച്ച് കാർ എടുത്തു. കുറച്ചു സമയത്തിന് ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ ധ്രുവിനോട് സോറി പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ പോയി. ദിവസങ്ങൾ കടന്നുപോയി. ഏയ് അച്ചായി, എന്തെടുക്കുക? എന്താ എടുക്കാൻ? ഒന്നുമില്ലടാ നിരവേ. കാശി എവിടെ അച്ചായി? അകത്തുണ്ടടാ. അതും പറഞ്ഞ് നിരവ് കാശിയുടെ റൂമിലേക്ക് കയറി. ഡാ കാശി, ഡാ. എന്താടാ പൊട്ട? നീ പോട പട്ടി. വന്നു കാര്യം പറയടാ. അല്ല, നീ എപ്പോഴാ ശിവയോട് പറയാൻ പോണേ? അത് അവളുടെ അച്ഛനും അമ്മയും വരട്ടെ എന്നിട്ടല്ലേ? ഞാനും നിരവും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നീലമ്മ ആൻറ്റി വന്നത്. മക്കളെ, ആൻറ്റി വായോ ഇരിക്ക്, ഞാൻ വിനയത്തോടെ പറഞ്ഞു. മക്കളും ഇരിക്ക്. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ പഠിക്കുന്നേ? ബസ്. സൂപ്പർ ചോദ്യം. പറയടാ. ബിസിനസ് ആണെന്ന് നിരവ് പതുക്കെ എൻ്റെ ചെവിയിൽ പറഞ്ഞു. പോടാ. അത് ഞാൻ പതുക്കെ പറഞ്ഞു. എനിക്ക് ആൻറ്റിനോട് പറഞ്ഞു. അത് ആൻറ്റി, ഞങ്ങളിപ്പോൾ ഫോട്ടോഗ്രാഫ് ചെയ്യാണ്.
ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. എന്നിട്ട് മക്കളോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അത് റൂമിൽ വന്നേ. പിന്നെ ധ്രുവി നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അയ്യോ ആൻറ്റി, എന്തിനാ ഇങ്ങനെ ഒക്കെ? അവൾ അങ്ങനെ മോശമായി പെരുമാറിയിട്ടില്ല. എനിക്ക് പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. അവൾ പറഞ്ഞു. അതാ ഞാൻ മോനോട്. അത് പോട്ടെ, മോൻ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ മോള് ഒരു പാവാ. ആൻറ്റി, ഞാൻ ചിരിയോടെ സംസാരിച്ചു. എന്നാ മക്കൾ കഴിക്കാൻ വാ. അതും പറഞ്ഞ് ആൻറ്റി പോയി. ഓ പിന്നെ പാവമാണ് പോലും. ഒരു സോറി പറഞ്ഞപ്പോൾ അവളുടെ പുച്ഛം കാണാമായിരുന്നു. കാക്കക്ക് തെൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ. അത് വിട് കാശി, അവൾ ആരാ? അല്ല, പറഞ്ഞത് വെച്ച് നോക്കിയ ഇനി ശിവൻ്റെ അമ്മയും അച്ഛനും പിന്നെ നിൻ്റെ ആദ്യത്തെ ആൻറ്റി അച്ചായിൻ്റെ മൂത്ത പെങ്ങൾ വരണം അല്ലേ? എന്തടാ ഇങ്ങനെ ചോദിക്കുന്നേ? നിരവിൻ്റെ ചോദ്യം കേട്ട് ഞാൻ അവനെ സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, അവരുടെ കൂടെ വന്ന നിൻ്റെ വെഡ്ഡിങ് അല്ലേ? അപ്പോൾ ആൾക്കൊരു മകൻ ആൾ അല്ലേ? അവൻ എന്തോ ഇപ്പോൾ വലിയ ബിസിനസ് മാനാണ്. ഓ, എന്താ അവൻ്റെ പേര്? ദേവസൂര്യ രാമസ്വാമി.